അങ്ങനെ ബോണസ് ഓണം അലവൻസ് ഉത്സവബദ്ധ പ്രഖ്യാപിച്ചു. 4500 രൂപയാണ് ഓണം ബോണസ്. എല്ലാവർക്കും കിട്ടുന്നതല്ല, ഒരു പർട്ടിക്കുലർ ലെവലിന് താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രം കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടാത്തവർക്ക് 3000 രൂപ അലവൻസ് കൊടുക്കും ഓണം ആഘോഷിക്കാൻ. 20,000 രൂപ ഓണം അഡ്വാൻസ് കൊടുക്കും. പാർട്ട് ടൈം കണ്ടിജൻസി ജീവനക്കാർക്ക് 6500 രൂപ അഡ്വാൻസ് കൊടുക്കും. പെൻഷൻകാർക്ക് 1250 രൂപ പ്രത്യേക അലവൻസ് കൊടുക്കും. ആഗസ്റ്റ് 17 മുതൽ അത് കൊടുത്തു തുടങ്ങി. അപ്പോൾ ഇന്നലെ കൊടുത്തു തുടങ്ങി, ഇന്ന് നാളെ ആയിട്ടൊക്കെ എല്ലാവർക്കും കിട്ടും. പ്രത്യേക അലവൻസ് ഇല്ലാത്തവർക്കാണ്, ബോണസ് ഇല്ലാത്തവർക്കാണ് 3000 രൂപയുടെ കാര്യം പറഞ്ഞത്. സർവീസ് പെൻഷൻ്റെ ഞാൻ പറഞ്ഞു 1250 രൂപ. ആശാ വർക്കർമാർക്ക് 1450 രൂപ കൊടുക്കും. ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് 1550, പലർക്കും പല റേറ്റാണ് കണക്കാക്കുന്നത്. ഡെയിലി വേജസ് കരാർ ജീവനക്കാർക്ക് 1460 രൂപ കൊടുക്കും. തൊഴിലുറപ്പിൽ 100 ദിവസം ജോലി ചെയ്തവർക്ക് 10,000 രൂപ സ്പെഷ്യൽ സമ്മാനം കൊടുക്കും. അഡ്വാൻസ് 20,000 രൂപ പറഞ്ഞു, 6,000 രൂപ കണ്ടിജൻസുകാർക്ക് പറഞ്ഞു. 5 തുല്യ ഗഡുക്കളായി ഒക്ടോബർ മാസം മുതൽ, സെപ്റ്റംബറിൽ അടയ്ക്കേണ്ട പൈസ തിരിച്ചടയ്ക്കേണ്ട, ആഗസ്റ്റ് സെപ്റ്റംബറിൽ അടയ്ക്കേണ്ട, ഒക്ടോബർ മുതൽ ഈ എടുക്കുന്ന പൈസ 5 ഗഡുക്കളായി തിരിച്ചടയ്ക്കണം. ഇതാണ് സർക്കാർ ജീവനക്കാർക്കുള്ള കഥ. ഇതിനകത്ത് 17 തൊട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. പെൻഷൻകാർക്കും ജീവനക്കാർക്കും 24-ാം തീയതി ശമ്പളവും പെൻഷനും കൊടുക്കാൻ കേന്ദ്ര മന്ത്രാലയവും തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ കൊടുക്കാൻ തീരുമാനിച്ചു, ഓണത്തിന് മുമ്പേ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഓണം എല്ലാവരും ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോഴും കുറേ വിഭാഗം ആളുകൾക്ക് ഓണത്തിന് അലവൻസ് കിട്ടുന്നില്ല, കുറേ പെൻഷൻകാർക്ക് കിട്ടുന്നില്ല. ഞാനിപ്പോൾ ആര് എന്തെന്നൊന്നും ഇങ്ങനെ വ്യക്തമായി എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരുപാട് പേരുടെ ശത്രുക്കളാവുന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് കാര്യമൊന്നുമില്ല. അപ്പം നമ്മളൊരു വിഭാഗത്തിനോട് പറയുമ്പോൾ ചാനൽ വഴി പൈസ ഉണ്ടാക്കാനാണോ, അങ്ങനെ കുറേ ആളുകളുടെ ആക്ഷേപം. വേറെ ആളുകൾ ഇതിൻ്റെ ബെനിഫിറ്റ് എല്ലാം വാങ്ങി കഴിച്ചിട്ട് കുറ്റം പറയുക, എന്തെങ്കിലും പറയണമല്ലോ. സദ്യ കഴിച്ച് ഫ്രീ ആയിട്ട് സദ്യയും കഴിഞ്ഞിട്ട് സാമ്പാറിന് ഉപ്പ് പോരാന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ഒരു ശൈലി. ബാക്കി എല്ലാ കറികളും കൊള്ളാമായിരുന്നു, സാമ്പാറും എല്ലാം കൊള്ളാമായിരുന്നു, പക്ഷേ അതിന് ശകലം ഉപ്പ് പോരാ എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഒരു ക്രിട്ടിക്. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കാണ് എപ്പോഴും, അല്ലാതെ നമ്മൾ പോസിറ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് പല വിഭാഗങ്ങൾക്കും ഓണത്തിന് പണം കിട്ടുന്നില്ല, പല പെൻഷൻ വിഭാഗക്കാർക്കും പൈസ കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ക്ഷേമനിധി ബോർഡ് പോലുള്ള സംവിധാനമുള്ളവർക്കൊന്നും ചിലർക്ക് കിട്ടുന്നു, ചിലർക്ക് കിട്ടുന്നില്ല. അതൊക്കെ ലാഭത്തിൽ പോകുന്നവർക്ക് കൊടുക്കും, അല്ലാത്തവർക്ക് കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിന് ബോണസാണ്, വേറൊരു തരത്തിലുള്ള കമ്പനി ബോണസാണ്, നല്ല ബോണസ് കിട്ടും. ബെവറേജസ് കോർപ്പറേഷനിലുള്ളവർക്കും കമ്പനി ബോണസ് പോലെയാണ്, നല്ല ബോണസ് കിട്ടും, വലിയ തുക ബോണസ് കിട്ടും. അത് ലാഭവിഹിതം പങ്കുവയ്ക്കുന്നു എന്നുള്ള കൺസെപ്റ്റിലും കൂടെ പോകുന്നതാണ്. അതേസമയം മറ്റ് പല സ്ഥലങ്ങളിലും അത്രയും കിട്ടുകയില്ല. അപ്പോൾ ഇതാണ് ഇതിലൊരു മൊത്തം പശ്ചാത്തലം. എന്തായാലും ബോണസിൻ്റെ കഥകൾ നമ്മൾ പറയുന്നു. ഈ മാസം 17 മുതൽ, ഇന്നലെ മുതൽ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര ഉദ്യോഗസ്ഥർക്കും 24-ാം തീയതി, അതായത് ഓണത്തിന് മുമ്പ് എല്ലാവർക്കും സുഖകരമായ എന്ത് കിട്ടുന്നു, ബോണസും അലവൻസും അഡ്വാൻസുമൊക്കെ കിട്ടുന്നതാണ് പുതിയ കാര്യം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ അപേക്ഷിച്ചെന്നല്ല, ഈ വർഷവും ഇതെല്ലാവർക്കും കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള വാർത്ത നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി.